നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഒരു ബലിതർപ്പണത്തിൻ്റെ വീഡിയോ കൊണ്ടാണ് നമ്മൾ നിർത്തിയത്. ബലിതർപ്പണം എങ്ങനെ ചെയ്യാം, ആർക്കൊക്കെ ചെയ്യാം, ബലിതർപ്പണം ചെയ്യേണ്ട രീതി, എവിടെയാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ചൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. ഇന്നലെ അതിൻ്റെ ബാക്കി വീഡിയോ ഇടാമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നാൽ നിർഭാഗ്യവശാൽ കുറച്ച് തിരക്കായിപ്പോയി, അപ്പോൾ ആ വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇന്ന് അതിൻ്റെ ബാക്കി നമുക്ക് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാം. ഈ ബലിതർപ്പണം, ശ്രാദ്ധം അല്ലെങ്കിൽ കർക്കിടക വാവ് ബലി, ഇപ്പം അടുത്ത ആഴ്ച കർക്കിടക വാവ് ബലി വരാൻ പോവാണ്. ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ തർക്കം നടക്കുകയാണെങ്കിലും ഈ 2 ദിവസം ഏത് ദിവസമാണെങ്കിലും കർക്കിടക മാസത്തിലെ അമാവാസി തിഥിയിലെ നമ്മുടെ അഖില പിതൃക്കൾക്ക്, സമസ്ത പിതൃക്കൾക്ക്, കുടുംബത്തിൽ മരിച്ചുപോയ എല്ലാ പിതൃക്കൾക്കും തർപ്പണം, ബലിതർപ്പണം ചെയ്യുന്നതാണ് ഈ ഒരു ദിവസം. അപ്പോൾ ശ്രാദ്ധം ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്? പല ആൾക്കാരും പറയും എൻ്റെ അച്ഛനോ അമ്മയോ മരിച്ചിട്ടില്ല, പിന്നെ ശ്രാദ്ധം ചെയ്യണോ? ഈ കർക്കിടക വാവ് ബലി അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം നമ്മൾ കൊടുക്കുന്ന തർപ്പണം അഖില പിതൃക്കൾക്കുമാണ്. നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരോ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ബന്ധുജനങ്ങൾക്കോ ഗുരു ശുശ്രൂര ബന്ധുനാം, നമ്മളുടെ ഗുരുക്കന്മാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക്, ശരിക്കും നല്ല രീതിയിലൊരു ബലിയിടുന്നവരാണെങ്കിൽ ഈ പറയുന്ന ജീവജാലങ്ങൾക്ക് വരെ ബലിയിടുന്ന ഒരു രീതിയുണ്ട്. ഒരു ഉറുമ്പ് മരിച്ചാൽ അല്ലെങ്കിൽ ഉറുമ്പ് ചത്തുപോയാൽ അതിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അപകടത്തിൽ മരിച്ചവർക്ക് 5 പിണ്ടം വെച്ച് ബലി ചെയ്യുമ്പോഴതിനകത്ത് ഒരെണ്ണം മോക്ഷം കിട്ടാത്ത ആത്മാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തവരോ അപകടത്തിൽ മരിച്ചവരോ അങ്ങനെയൊക്കെയുള്ള ദുർമരണം സംഭവിച്ചവർക്ക് പോലും ബലിയിടുന്ന രീതിയൊക്കെ ഭാരതത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തും തുറന്നിടുന്നുണ്ട്. എന്നാൽ ഈ ശ്രാദ്ധത്തിന് ബലിക്ക് ഒരു ഏകോപനം ഇല്ലാത്തത് വളരെ കൗതുകകരമായ കാര്യം, ആശ്ചര്യകരമായ കാര്യമാണ്. കാരണം ഈ മരണാനന്തര കർമ്മങ്ങൾക്കും ശ്രാദ്ധത്തിനും ഏകോപനമില്ല. പൂജാവിധികൾക്കൊരു ചെറിയ ഏകോപനമൊക്കെ ഉണ്ട്, എന്നാൽ ഈ ശ്രാദ്ധത്തിന് അല്ലെങ്കിൽ ബലിതർപ്പണത്തിനൊന്നും ഒരു ഏകോപനമില്ല. ഇപ്പോൾ ഇവിടെ തർപ്പണം ചെയ്യുന്ന രീതി ആയിരിക്കത്തില്ല അടുത്ത പഞ്ചായത്തിൽ പോലും ചെയ്യുന്നത്, അല്ലെങ്കിൽ മരണാനന്തര ക്രിയ അങ്ങനെ ആയിരിക്കില്ല. അപ്പം പൊതുവായിട്ട് സ്വീകാര്യമായ ഒരു രീതി നമുക്ക് എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ കണ്ടുവരുന്ന ഒരവസ്ഥ, ക്ഷേത്രക്കടവുകളിലെ ക്ഷേത്രങ്ങളിൽ ഒക്കെ ബലിതർപ്പണം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ഒരു ഗോഷ്ഠി കാണിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പെട്ടെന്ന് കുറേ അരി വാരിയിട്ട്, കുറേ ഇലക്കകത്ത് അരിയും വാരിയിട്ട്, കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് ചന്ദനമൊക്കെ കാണിച്ച് ചിലയിടത്തൊന്നും കാണാറില്ല. എന്നാൽ ചില സ്ഥലങ്ങൾ വിശ്വപരിഷത്ത് പോലെ കുറച്ച് സംഘടനകളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്ഷേത്രക്കടവുകളിൽ അല്ലെങ്കിൽ ക്ഷേത്ര കുളങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്ര സ്ഥലങ്ങളിൽ ബലിതർപ്പണം ചെയ്യാനുള്ള വിധിയൊന്നും പണ്ടില്ലായിരുന്നു. ശരിക്കും നമ്മളുടെ സ്വഭവനത്തിലാണ് ബലിയിടുക, സ്വന്തം വീട്ടിലാണ് ബലിയിടേണ്ടത്. സ്വന്തം വീട്ടിൽ ബലിയിടുക ചിലപ്പോൾ ഫ്ലാറ്റൊക്കെ ആവാം, ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സൗകര്യമൊക്കെ ഉള്ളവരാവാം. അപ്പം അങ്ങനെയുള്ളവർക്കാണ് പുറത്ത് പുഴക്കടവിലോ നദിക്കരയിലോ കുളത്തിൻ്റെ കരയിലോ പോയി ബലിയിടാൻ ആചാര്യൻ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ സ്വന്തം ഭവനത്തിൽ തന്നെയാണ് ബലിയിടേണ്ടത്. കാരണം സ്വന്തം പിതൃക്കൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പിതൃക്കൾക്ക് സ്വഭവനത്തിൽ വെച്ച് അന്നം കൊടുക്കുന്ന സങ്കല്പമാണ്. ആ ഒരു സങ്കല്പം വരുന്നതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാമഗ്രികൾ കൊടുക്കുന്ന, വെച്ചുകൂട്ട് അല്ലെങ്കിൽ വീത് കൊടുക്കുക എന്നൊക്കെ പറയുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അവിടെ കള്ളും അവർക്ക് ഇഷ്ടപ്പെട്ട ഇറച്ചിയും വിഭവങ്ങളും ഒക്കെ കൊടുക്കുന്ന രീതിയൊക്കെ പല സമുദായത്തിലും പല രീതികളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അതൊന്നും നമുക്ക് തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് ഇല്ലാത്തതാണെന്നോ നമുക്ക് പറയാൻ പറ്റൂല. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ബലിതർപ്പണത്തിനുള്ള ഈ സാധാരണ കടകളിലൊക്കെ പച്ചരി വാരിയിടുന്നു, അല്ല ചിലയിടത്ത് മാത്രം പിണ്ഡം സമർപ്പിക്കുന്നതായിട്ട് കാണുന്നത്. ബാക്കി എല്ലായിടത്തും പച്ചരി വാരി ഒരു ചെറിയ കീറ്റലയിൽ ഇട്ടിട്ട് ഒരു കർമ്മി അവിടെ നിന്ന് മന്ത്രം പറഞ്ഞു തരും. അത് കേട്ടിട്ട് നമ്മളൊന്നും പറയൂല, അയാൾ സ്പീഡിൽ എന്തെങ്കിലും പറയും, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടൊരു 5 മിനിറ്റ് ചെയ്തിട്ട് നേരെ കടവിൽ കൊണ്ട് കളഞ്ഞോളാൻ പറയും. ഇതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കടവുകൾ. ഈ തിരുനാവായ അല്ലെങ്കിൽ വലിയ വലിയ ക്ഷേത്രങ്ങൾ, ഈ പറഞ്ഞ ആലുവായിലെ മണൽപ്പുറത്തോ ഒക്കെ, ഈ തിരുവല്ലത്തും ഒക്കെ വാവ് ദിവസം പോയ ഇതേ അവസ്ഥയൊക്കെ തന്നെയാണ്. കൃത്യമായിട്ട് ബലിയിടുന്നതായിട്ട് കാണുന്നില്ല. കൃത്യമായിട്ട് എന്നാൽ കൃത്യമായി ബലിയിടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറയുന്നത്. കൃത്യമായി ബലിയിടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്, കൃത്യമായി ബലി തർപ്പണങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അത് എല്ലാവരെയും അല്ല പറഞ്ഞെങ്കിലും ക്ഷേത്രങ്ങൾ ഇപ്പോൾ ബിസിനസ്സായി മാറി. കാരണം ഇപ്പം തന്നെ ഒരു തർക്കം നടക്കുന്നത്, കർക്കിടക വാവ് ബലി വ്യവസ്ഥ വരുന്നത് 3-ാം തീയതി കുറച്ച് സമയം അമാവാസിയുണ്ട്. അപ്പം അത് വരുന്നത് കൊണ്ട് ആ ദിവസം ബലിതർപ്പണം ചെയ്യാം എന്നൊരു ചിന്താഗതി വന്നിട്ടുണ്ട്. എന്നാൽ 4-ാം തീയതി ഉണ്ടെന്ന് തർക്കിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇതിൻ്റെ തർക്കത്തിനും ക്ലാരിറ്റിക്കും അല്ല ഞാൻ വന്നത്. എങ്കിലും
ഈ പാർവണ ശ്രാദ്ധം അല്ലെങ്കിൽ കർക്കിടക വാവുബലി പോലെയുള്ള ബലിതർപ്പണങ്ങളൊക്കെ ഇപ്പൊ കർക്കിടകത്തിലും തുലാത്തിലും കുംഭത്തിലും കർത്തവാവ് ദിവസം അഖില പിതൃക്കളുടെ ക്ഷേമ ഐശ്വര്യ അഭിവൃദ്ധിയാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന ബലിതർപ്പണം. എന്നാൽ ഈ ഉപാസകരോ അല്ലെ കർമ്മികൾ അല്ലെ പൂജാരികളായിട്ടുള്ളവരൊക്കെ സന്ധ്യാവന്തനത്തിന് നിത്യം ബലിതർപ്പണമൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരുടെ ചര്യയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നവരുണ്ട്. അപ്പം ഏത് ദിവസമായാലും ബലിതർപ്പണം ചെയ്താൽ അതിന്റെ പുണ്യം കിട്ടും. ബലിതർപ്പണം ചെയ്യണമെന്ന് ചിലർ പലരും ചോദിക്കും, പിന്നെ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കൊടുക്കുന്നവർ ചെയ്താൽ മതി എന്നേ ബലി, അല്ലാത്തവർ ചെയ്യണ്ട. ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ചെയ്യാമല്ലോ, അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. അല്ലാതെ പിതൃക്കൾ വന്ന് ഭക്ഷണം കഴിക്കുമോ, അല്ലെങ്കിൽ പിതൃക്കൾക്ക് ഇതിന്റെ പിന്നിൽ കുറേ ശാസ്ത്രമുണ്ട്, ചെറിയ കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ അന്നം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ കവ്യം എന്നാ പറയുക, പടച്ചോറ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ബലിതർപ്പണം ചെയ്ത് പിതൃക്കളെ സങ്കല്പിച്ചതിന് ശേഷം ലാസ്റ്റ് തെക്ക് വശത്ത് കൊണ്ട് അവസാനം വെക്കുന്നത് കാക്കയ്ക്ക് കൊടുക്കുകയാണ്. കൈകൊട്ടി കാക്കയെ വിളിക്കും. അവിടെ തന്നെ ശ്ലോകം പോലെ യമോസിയമ ദൂതൂസി വായസോസി മഹാബല എന്ന് പറഞ്ഞ ശ്ലോകമൊക്കെ ചൊല്ലിയാണ് വിളിക്കുക. അപ്പം യമന്റെ ദൂതനായിട്ടോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു പ്രതീകമായിട്ടോ കാക്ക വന്ന് ഇരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു വയസ്സം വന്ന് അല്ലെങ്കിൽ കാക്ക വന്ന് ഇത് കഴിക്കുന്നത് പിതൃക്കളെ കഴിച്ചതിന് തുല്യമാണെന്നൊക്കെ ഒരു സങ്കല്പമാണ്. അപ്പോൾ ഉറുമ്പിനായിക്കോട്ടെ കാക്കയ്ക്കായിക്കോട്ടെ പിന്നീട് അത് അതിൻ്റെ ഉച്ചിഷ്ടം അല്ലെങ്കിൽ ഈ കഴിച്ചതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം പുഴയിൽ കൊണ്ടൊഴുക്കണം എന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആക്കി കളയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിനുള്ള കുറേയധികം കാര്യങ്ങൾ, ഉറുമ്പുകൾക്ക് ഒരു അംശം കിട്ടും, കാക്കയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണമാവും, അതേപോലെ മീനുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാവും. അപ്പം ജീവജാലങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഭക്ഷണം എന്ന സങ്കല്പത്തിൽ വേണം നമുക്ക് ഇതിനെ കാണാം, ആ ഒരു പുണ്യം കാണാം. പണ്ട് തമാശയ്ക്ക് പറഞ്ഞത്, വർഷത്തിൽ ഒരു ദിവസം കാക്കയെ ആദരിക്കുന്ന, കാക്കയെ കൈകൊട്ടി വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ദിവസം കർക്കിടക വാവുബലി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വാവുബലി മാത്രമേ ഉള്ളൂ. ബാക്കി ദിവസം കാക്ക എറിഞ്ഞോടിക്കുന്നതാണ്. ആ ഒരു ദിവസം കാക്കയ്ക്ക് പ്രയോറിറ്റി ഉള്ള ദിവസമാണ്, കാക്കയ്ക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം ഈ വർഷം എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നത്, അമാവാസി 2 ദിവസം സാധാരണ വരാറുണ്ട്. 3-ന് ചതുർദശിയാണ്, എന്നാൽ അതിനുശേഷം അമാവാസി തിഥി വരുന്നുണ്ട്. പിറ്റേ ദിവസം 4-ന് വൈകിട്ട് വരെ ഉണ്ട്, 3:30 വരെ 3:32 വരെ എങ്ങാണ്ട്, ആ ഒരു 3:22 വരെ സമയത്തുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ 3-ാം തീയതി ക്ഷേത്രങ്ങളിൽ വാവുബലി വെച്ചത് അതിനകത്ത് ബിസിനസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾക്ക് വരുമാനം കൂടാൻ. അല്ല, ഇപ്പം ഞായറാഴ്ച ആയാലും തിങ്കളാഴ്ച ആയാലും ക്ഷേത്രങ്ങൾക്ക് വരുമാനം ഒരേപോലെയാണ് കിട്ടിയത്. എന്നാൽ നെഗറ്റീവ് ചിന്തിക്കുന്നവർക്ക് വേണേൽ അങ്ങനെ ചിന്തിക്കാം, ശനിയാഴ്ച ആളുകൾ ക്ഷേത്രത്തിൽ കുറവായതുകൊണ്ട് പിന്നെ ശനിയാഴ്ച വെച്ചു, ഞായറാഴ്ച അല്ലെങ്കിലും ആൾ വരും എന്നൊക്കെ ചിന്തിച്ച് വീഡിയോ ഒക്കെ ഇട്ടത് കണ്ടു. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, നമ്മളതിനെ വിമർശിക്കാനല്ല. എങ്കിൽ പോലും അന്ന് 3:22 വരെ ഉള്ളപ്പോൾ ഈ ചില സ്ഥലങ്ങളിൽ വീത് വെക്കുക, ദാഹം വെക്കുക, എന്നാൽ ചില സ്ഥലങ്ങളിൽ ഈ വാവ് അടയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ഒരു പതിവുണ്ട്. അത് ശരിക്കും വാവ് ദിവസം രാത്രിയിലാണ് വെക്കേണ്ടത്. അമാവാസി ദിവസം രാത്രിയിലാണ് ദാഹം തീർക്കുക, അല്ലെങ്കിൽ ദാഹം വീത് വെക്കാനൊക്കെ ചെയ്യുന്നത്. ഈ മദ്യം വെച്ചോ അല്ലെങ്കിൽ ഫുഡ് വെച്ചോ അല്ലെങ്കിൽ അട വെച്ചോ ഒക്കെ അങ്ങനെ വെക്കുന്നൊരു പതിവ് ഹിന്ദു ഭവനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് പിറ്റേ ദിവസം വൈകിട്ട് 3:22 വരെ ഉള്ളൂ, ഈ അമാവാസിയിലെ 3 ആ സമയം വരെ ഉള്ളൂ എന്നപ്പോൾ രാത്രിയിൽ വീത് വെക്കാൻ, ദാഹം വെക്കാൻ പറ്റാത്തത് കൊണ്ട് അമാവാസി അങ്ങോട്ടേക്ക് മാറ്റിയതാവാം. ചതുർദശിക്ക് ആചരിക്കരുതെന്നൊരു പക്ഷം പറയുന്നുണ്ട്, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പം 4-ന് പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്നവർ 4-ന് പുലർച്ചെ ബലിതർപ്പണം ചെയ്യട്ടെ, 3-ന് പുലർച്ചെ ബലിതർപ്പണം ചെയ്യുന്ന 3-ന് പുലർച്ചെ. പിന്നെ ചില ഭാഗത്ത് പറയുന്നുണ്ട് സൂര്യോദയത്തിന് ശേഷമേ ശ്രാദ്ധം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. വീട്ടിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ സൂര്യോദയത്തിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യുക ആണ് ഏറ്റവും നല്ലത്. സൂര്യോദയത്തിന് ശേഷം കൊടുക്കുക, സൂര്യോദയത്തിന് മുമ്പേ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും 3:30-ക്കൊക്കെ തുടങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. 3-ാം തീയതി 3:30 തൊട്ട്. അത് ബിസിനസ്സിന്റെ ഭാഗമാണ്. കാരണം ഇത്രയധികം ആൾക്കാർ വരുമ്പോൾ 6 മണിക്കോ 6:30-ക്കോ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ തീരൂല, അതുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ എന്തായാലും 3-ന് ഇടാൻ തീരുമാനിച്ചിട്ട് 3-ന് തന്നെ ഇടുക, 4-ന് ഇടാൻ തീരുമാനിച്ചത് 4-ന് തന്നെ ഇടുക. ഏത് ദിവസം ഇട്ടാലും, പിതൃക്കളെ സങ്കല്പിച്ചിട്ടാൽ ഏത് ദിവസം ഇട്ടാലും അവർക്ക് ആ ഒരു പുണ്യം നിങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടും, അല്ലാതെ കിട്ടാതിരിക്കുകയല്ല. അപ്പം അതുകൊണ്ട് അതിനാരും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇട്ടെന്ന്. അപ്പം ഗൃഹത്തിലാണ് ബലിതർപ്പണം, സ്വഗൃഹത്തിലാണ് ബലിതർപ്പണം ചെയ്യേണ്ടത്. അന്യ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രക്കടവിലോ അല്ല. ഇല്ലെങ്കിൽ വീട്ടിലിടാൻ പറ്റത്തില്ലെങ്കിൽ ആചാര്യൻ മുഖേനയോ ഒക്കെ നമ്മൾ പുഴക്കടവിൽ പോയി വേണമെങ്കിൽ ഇടാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന, നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നതാണ് പുണ്യം. പിന്നെ ക്ഷേത്രക്കടവിൽ പോയി കുറെ ഗോഷ്ഠിയും കാണിച്ച് അവരെന്തെങ്കിലും ശിവസന്തു ശുഭാം ശുഭാസ്തു നിർമ്മലാം പാവനാം സൂര്യരശ്മി. പൂവ്, അക്ഷരം എടുത്തിട്ട്
തൊഴുതു പിടിച്ച് ഇനി നമുക്ക് ഈ ജലത്തെ പുണ്യാഹമാക്കുവാൻ വേണ്ടിയുള്ള ക്രിയ. ശേഷം ഒരു പൂവെടുത്ത് ഓം പാദ്യം നമ എന്ന് പറഞ്ഞ് ഇവിടെ സമർപ്പിക്കുക, മന്ത്രം ചൊല്ലി ഇവിടെ സമർപ്പിക്കുക. വീണ്ടും ഒരു പുഷ്പം എടുത്ത് ഓം അർഘ്യം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഓം ആചമനം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഓം ആവാഹനം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഓം സ്നാനം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഓം സ്നാനാനന്തരം ആചമനം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഓം വസ്ത്രാർത്ഥം തിലം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം ഒരു പൂവെടുത്ത് ഉപവസ്ത്രാർത്ഥം സൂത്രം നമ എന്ന മന്ത്രം ചൊല്ലി സമർപ്പിക്കുക. അതിനുശേഷം അക്ഷതമെടുത്ത് ഓം അലങ്കാരണാർത്ഥം അക്ഷതം നമ സമർപ്പിക്കുക. അതിനുശേഷം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതി